ഡോക്ടർ ഹസീന ഹാഷിയ പറഞ്ഞതിന്റെ പരിഭാഷയാണ്. പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പരിപൂർണ വ്യാഖ്യാനത്തെപ്പറ്റി ഇന്നും അസ്വസ്ഥത നിലനിൽക്കുന്നതായി കാണാം. കാരണം ജനകീയ വേദികളിൽ അർഹമായ പ്രാതിനിധ്യം നൽകുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും സമൂഹത്തിലെ ഒരു നല്ല വിഭാഗം, പ്രത്യേകിച്ച് വനിതകൾ, അവഗണിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് അത്ഭുതകരമായ നിലയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്ത്രീയുടെ അഭാവം. തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ നിന്ന് സ്ത്രീകളെ അവഗണിക്കുന്ന സ്വഭാവം ബുദ്ധിജീവി വിഭാഗത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ പ്രാരംഭ ദിശയിൽ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്വയം തീരുമാന അവകാശം ലഭിച്ചെങ്കിലും ഇന്ന് കേവലം 17.12% മാത്രമാണ് ഈ രാജ്യങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം. അതിശക്തമായ ജനാധിപത്യം രാജ്യമായ അമേരിക്കയിൽ 1920 ആണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. നിരന്തരമായ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം ഇന്നും 13.6% സംവരണം മാത്രമേ അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യയുടെ കാര്യവും. സ്വാതന്ത്ര്യത്തിന്റെ 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യം കേവലം 10% മാത്രമാണ്. അടുത്തു നടന്ന 2009 പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ സ്ഥാനാർത്ഥികളിൽ 7%, അതായത് 556 പ്രതിനിധികൾ ഉള്ള സഭയിൽ 7% മാത്രമാണ് സ്ത്രീകൾ. ഈ 7% എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളുടെ 10% മാത്രമായി ചുരുക്കിയിരിക്കുന്നു. മൊത്തം ജനസംഖ്യയുടെ 48% വരുന്ന സ്ത്രീകളുടെ 10% മാത്രമാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അവസരം ലഭിക്കുന്നത്. മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ അധികം സാമൂഹിക പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേറിട്ട് നിൽക്കെ എങ്ങനെയാണ് ലിംഗ സമത്വം നീതിയും സാധ്യമാകുക? ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലിംഗ സമത്വത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നിരിക്കെ ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകൾ പാർലമെന്റിൽ വെറും 10% മാത്രമേ വരുന്നുള്ളൂ. ലിംഗസമത്വത്തായി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നതിനോടൊപ്പം സ്ത്രീ വിവേചനം ഇല്ലായ്മ ചെയ്തതിനായുള്ള ലോകരാജ്യങ്ങളുടെ കൺവെൻഷൻ ഇന്ത്യയും ഒപ്പുവെച്ചു. എന്നിരിക്കെ നമ്മുടെ പാർലമെന്റിലെ ഈ അസമത്വം ജനാധിപത്യ രാജ്യങ്ങളിൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ജനാധിപത്യത്തിന്റെ ശരിയായ ദിശയിലുള്ള പ്രവർത്തനത്തിന് നിയമനിർമ്മാണ സഭയിൽ സ്ത്രീകളുടെ പങ്ക് അനിവാര്യമാണ്. ഭരണനിർവഹണത്തിന്റെ എല്ലാ മേഖലയിലും പുരുഷനോടൊപ്പം തുല്യ പങ്ക് സ്ത്രീകളും അർഹിക്കുന്നുണ്ടെന്ന് ഇന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുസ്ലിം സമുദായം ഒരു ന്യൂനപക്ഷമായിരിക്കെ മുസ്ലിം സ്ത്രീകൾ കൂടുതൽ ന്യൂനപക്ഷവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും പിന്നോക്ക അവസ്ഥയിൽ ആണ്. ഡാറ്റ കളക്ടിംഗ് ഏജൻസികളിൽ ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. സച്ചാർ കമ്മിറ്റി ഇതിന് തെളിവാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തെക്കാൾ പിന്നോക്കമാണ്. മുസ്ലിങ്ങളായ നമ്മൾ സ്ത്രീ പ്രാതിനിധ്യത്തിനായി ശക്തമായി വാദിക്കുന്നു. പക്ഷേ അത് ഇന്നത്തെ നിലയിലല്ല. കാരണം അത് ദളിത് വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടുന്ന സ്ത്രീകളുടെ എല്ലാ തലത്തിലുമുള്ള സ്ത്രീയെയും സമത്വത്തെയും ബാധിക്കുന്നു. ഇത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും മുന്നോക്കം നിൽക്കുന്ന ഉന്നത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ സ്വാധീനം മൂലം കൂടുതൽ പരിഗണന ലഭിക്കുന്നു. അതിനാൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾ മുതലായവർക്കും പ്രത്യേക കോട്ടകളുള്ളിൽ കോട്ട രൂപീകരിക്കണം. ഭരണഘടനാ സമത്വത്തെയും അസമത്വത്തെയും 2 പ്രത്യേക വിഭാഗങ്ങളായി പരിഗണിക്കേണ്ടതുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന സമത്വം ഖണ്ഡികകൾ 14, 15, 16 പ്രകാരം യാഥാർത്ഥ്യമാകുന്നതിന് ഇത് അനിവാര്യമാണ്. 1 മുതൽ 14 വരെയുള്ള ലോക്സഭയിൽ മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. 1949 മേയിൽ ജനസംഖ്യക്ക് അനുപാതികമായി ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഭരണഘടനാ സുരക്ഷിതത്തിന്റെ അഭാവത്തിൽ പോലും
നിയമനിർമ്മാണ സഭയിൽ ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്ന കരട് ഭരണഘടന 242, 244 ഖണ്ഡികകൾ രൂപീകരിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നൽകിയ വാഗ്ദാനം നിലനിൽക്കെയാണ് ഇത് സംഭവിക്കുന്നത്. വിശ്വാസപരമായ ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഈ വാഗ്ദാനത്തെ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വാഗ്ദാനം പാലിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോഴും 40% ഉള്ള മുസ്ലിം സ്ത്രീകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയാണ് ഉള്ളത്. സംവരണം ആവശ്യപ്പെടുന്ന സ്ഥിതിക്ക് ഇന്ത്യ രാജ്യത്തിലുള്ള സ്ത്രീകൾക്കുള്ള സംവരണം ആവശ്യപ്പെടുമ്പോൾ ജനറലായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യപ്പെടുന്നു. മുസ്ലിങ്ങൾ പർദ്ദ അണിഞ്ഞിരിക്കുമ്പോൾ അവരെങ്ങനെ മുന്നോട്ട് വരും? പക്ഷേ ഈ വേദി തന്നെ അതിന് തെളിവാണ്. സ്ത്രീകൾ വളരെ അധികം കാര്യങ്ങൾ പണ്ടത്തെ അവസ്ഥയിൽ അല്ല ഇപ്പോൾ ഉള്ളത് എന്ന്, നമ്മൾ വളരെ മുന്നോട്ടായിട്ടുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഒരു വേദി തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ഹാജറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം തന്നെ നമ്മൾ അറിയും. ആ സംഗതികൾ ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് നേതൃത്വം നൽകി ഹാജറ തന്നെ നമുക്ക് പല സംഗതികളും അവതരിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സംവരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ സ്ത്രീകൾക്കുള്ള മുസ്ലിം സ്ത്രീകളുടെ മുന്നോക്ക അവസ്ഥ കൈവരിക്കുകയോ ഉള്ളൂ. ആവശ്യമായ പരിഗണനയും പ്രാതിനിധ്യവും ലഭിക്കാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുന്നതിനുമായി രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്കാണ് ജമാഅത്ത് ഇസ്ലാമി വനിതാ സംഘടന കാലെടുത്ത് വച്ചിരിക്കുന്നത്. അത് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കാരണം പല വിധത്തിലുള്ള വീക്ഷണങ്ങളാണ് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ അവതരിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ ഉദ്ഘാടക പറഞ്ഞതിനോടും അതേപോലെ തന്നെ വിഷയാവതരണം നടത്തിയ സൗദ പടന്ന അവതരിപ്പിച്ചതിലും ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. സംവരണത്തിൽ സംവരണം എന്ന മുദ്രാവാക്യം ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നോക്കം നിൽക്കുന്ന വനിതാ വിഭാഗത്തിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരെ സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയപരമായി, ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നത് കഴിഞ്ഞ 10-15 വർഷത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സത്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് സംവരണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വനിതകൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത് പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് രാഷ്ട്രീയ രംഗത്തേക്ക്, സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുവാനും തിന്മകൾ അകറ്റാനും സാധിച്ചു എന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഉഹ്മിർ ബിൽ മഅറൂഫ് വനഹ്യനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബ ദാലിക മിൻ അസ്മിൽ ഉമൂർ, നന്മയെ നിങ്ങൾ കൽപ്പിക്കുകയും തിന്മയെ നിങ്ങൾ നിരോധിക്കുകയും എന്ന് പറഞ്ഞ് ആപത്തുകളിൽ നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയും എന്ന് പറഞ്ഞ് ആ സന്ദേശം സമൂഹത്തിൽ എത്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു സമുദായത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗത്തിന് സാധിച്ചു എന്നത് വളരെ ക്രിയാത്മകമായി ചിന്തിച്ചാൽ, നമുക്ക് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 33% പാർലമെന്റിലും അതുപോലെ തന്നെ നിയമസഭയിലും വരാനുള്ള ബില്ല് പല പ്രാവശ്യമായി ചർച്ച ചെയ്തിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് എന്തോ ഒരു തടസ്സം നേരിടുന്നത് പോലെ അത് ഇന്നും ചർച്ചാ വിഷയമായി അവശേഷിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ന് 108ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 50% സംവരണം താഴെത്തട്ടിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അതും 50% അധ്യക്ഷ പദവി സ്ഥാനം റിസർവ് ചെയ്തുകൊണ്ട്
അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും റിസർവ് ചെയ്തുകൊണ്ട്, കൂടാതെ ഒറ്റയിട്ട അംഗങ്ങൾ വരുമ്പോൾ, അതായത് 15 വാർഡുകൾ വരികയാണെങ്കിൽ അതിൽ 7 എണ്ണമല്ല 8 എണ്ണം വനിതകൾക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ സംവരണം കണക്കിലെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 60% പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിയമം പ്രാബല്യത്തിൽ വന്നുകൊണ്ട് കേരള ഗവൺമെന്റും അതിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം സംവരണത്തിന്റെ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ അത് നേരിടുന്ന വെല്ലുവിളികളും എന്ന ഒരു വലിയ ഒരു സബ്ജക്റ്റാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ 1% ചിലപ്പോൾ പിൻസിറ്റ് ഡ്രൈവ് ഉണ്ടായാൽ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് സ്ത്രീകളെ അവഗണിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ നടപാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും പിൻസിറ്റ് ഡ്രൈവ് അല്ല, യഥാർത്ഥ ഡ്രൈവിംഗ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വനിതകൾ ഇന്ന് സാമ്പത്തികമായല്ല സാമൂഹ്യമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നും വിദ്യാ രംഗത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച ആൺകുട്ടികളേറെ പെൺകുട്ടികളാണ് ഇന്ന് എല്ലാ രംഗത്തും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ സംവരണം ഏർപ്പെടുത്തിയാൽ വിദ്യാസമ്പന്നരായ വനിതകളെ പ്രദാനം ചെയ്യുവാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അത് ദളിത് വിഭാഗത്തിൽ പോലും നമുക്ക് കിട്ടാൻ സാധിക്കും എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇവിടെ പറഞ്ഞ സംവരണം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് SC/ST വിഭാഗത്തിന് പ്രത്യേകം ജനറൽ സീറ്റ് പോലും SC/ST വിഭാഗത്തിന് റിസർവ് ചെയ്തതിന് പുറത്ത് ST വനിത പ്രസിഡന്റ് സ്ഥാനം പോലും മെമ്പർ സ്ഥാനം പോലും അവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള ഒരു സംവരണം എന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് മറ്റു ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, അതായത് അധികാര കേന്ദ്രങ്ങൾ തീരുമാനമെടുക്കാനുള്ള സഭകളിലും കൂടി സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എപ്പോഴും ഒരു സ്ത്രീക്ക് കഴിവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അവൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എങ്കിലും ഒരു കുടുംബം അതിന് യഥാർത്ഥ രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീയാണ്. ഒരു കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റിയതിനു ശേഷം ആ സ്ത്രീ സാമൂഹ്യ ചുറ്റുപാടുകളിൽ അവർ സമൂഹത്തിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ധാർമ്മികതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എവർക്കും കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന, ഇവിടെ സൂചിപ്പിച്ച പോലെ സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ. അതിലൊക്കെ തന്നെ ധാർമ്മികമായ ചുറ്റുപാടിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് വനിതാ പ്രവർത്തകരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ സ്ത്രീ സംവരണത്തിലൂടെയാണ് നമുക്ക് ഇന്ന് സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതുപോലെ തന്നെ സ്ത്രീ പീഡനത്തിനെതിരായി ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പ്രാവർത്തികമാകാതെ ഒരു ഭാഗത്ത് ചുരുട്ടിക്കൂട്ടി ഇട്ടതായിരുന്നെങ്കിൽ ഇന്ന് വനിതകൾക്ക് അറിവ് ലഭിച്ചപ്പോൾ, അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവർ ബോധവാന്മാരായപ്പോൾ അവർക്കത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നതും, അതുകൊണ്ട് തന്നെ സ്ത്രീ പീഡനത്തിന് നമുക്ക് ഒരു പരിധിവരെ അറുതി വരുത്താൻ സാധിച്ചു എന്നത് ഈ സംവരണത്തിന്റെ നേട്ടമായി, അതിന്റെ സാധ്യതകളായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഒരുപാട് വനിതാ കമ്മിറ്റികൾ ഇവിടെയുണ്ട്. സംവരണ പ്രകാരം വരുന്ന, അതായത് വനിതാ കമ്മീഷനിൽ ഒരിക്കലും പുരുഷന് കയറി വരാൻ സാധിക്കാത്ത ഒരു മേഖലയാണ്. പക്ഷെ ആ വനിതാ കമ്മീഷൻ
ഒരു നോക്കുകുത്തിയെ പോലെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ന് കൊണ്ടു നടക്കുന്നത്. കാരണം ഒരിക്കലും വനിതാ കമ്മീഷന് എക്സിക്യൂട്ടീവ് പവർ നൽകാതെ വെറും ആളുകളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിച്ചുകൊണ്ട് ശരി, നിങ്ങളെ പ്രശ്നങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾ കോടതി പോയിക്കോളി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ ഈ കേരള സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം നമുക്കറിയാം. അതിലേറെ കാര്യങ്ങൾ വനിതാ കമ്മീഷൻ ചെയ്യുന്നതിലേറെ കാര്യങ്ങൾ ഇന്ന് സാമൂഹിക പ്രവർത്തക എന്ന നിലക്ക് ഇവിടെയുള്ള ഓരോ സ്ത്രീയും നിങ്ങൾ അറിയാതെ, സമൂഹം അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിത്യേന എന്നുള്ള സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, 10-15 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് ഒരു 4 റൗണ്ട് സംസാരിച്ച് അവരെ യോജിപ്പിച്ചു വിടാൻ നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ ഇന്ന് ധാർമ്മികമായി ചിന്തിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള മുസ്ലിം വനിതകൾക്കും അതോടൊപ്പമുള്ള വിദ്യാസമ്പന്നരായ വനിതകൾക്കും സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തി സംസ്ഥാന ഗവൺമെന്റ് ഒരു വലിയൊരു സംഖ്യ ചെലവഴിച്ചിട്ട് പോലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്ന് വനിതാ കമ്മീഷൻ അധികാരം കൊടുക്കുന്നതിന് എന്തിന് ഗവൺമെന്റ് മടി കാണിക്കുന്നു എന്നാണ് ഞങ്ങൾക്കിവിടെ ചോദിക്കാനുള്ളത്. വനിതാ കമ്മീഷന് നല്ലൊരു അധികാരം കൊടുത്താൽ ഒരുപാട് സ്ത്രീ പീഡനങ്ങൾക്ക് ഇവിടെ അറുതി വരുത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷൻ എന്ന് തുടങ്ങി വനിതകൾക്ക് മാത്രം റിസർവ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ വേണ്ടത്ര പദവി, വേണ്ടത്ര അധികാരം, വേണ്ടത്ര ഡിസിഷൻ മേക്കിംഗ് പവർ ആ കമ്മീഷനുകൾക്ക് കൊടുക്കണമെന്നാണ് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്ത് എന്നല്ല ഇന്ത്യ ഒട്ടുക്ക് നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന്റെ അവസ്ഥ പഠനം നടത്തിയതിൽ നിന്ന് സച്ചാർ കമ്മിറ്റി കണ്ടെത്തിയ ഒരു വിവരം നമ്മുടെ മാന്യ വ്യക്തി ഉദ്ഘാടകർ ഇവിടെ സൂചിപ്പിച്ചു. ദലിത് വിഭാഗത്തിനേക്കാളും പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം നോക്കിയാലും, തൊഴിൽ നോക്കിയാലും, രാഷ്ട്രീയപരമായ വികസനം നോക്കിയാലും വനിതകളുടെ അവസ്ഥ എന്ന്, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ എന്ന്, പിന്നോക്ക വിഭാഗത്തിന്റെ അവസ്ഥ എന്ന് വരച്ചു കാട്ടിയ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ട് പോലും ഇന്ന് വരെ അതിനൊരു വേണ്ടത്ര പരിഹാരം കാണാൻ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന ദുഃഖസത്യവും ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും എങ്ങനെയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, വിദ്യാസമ്പന്നരായ സ്ത്രീകളെ വാർത്തെടുക്കുകയും അവരെ കഴിയുന്നതും മത്സരിപ്പിക്കുമ്പോൾ മിനിമം യോഗ്യത വനിതകൾക്ക്, മിനിമം യോഗ്യത SSLC എങ്കിലും വേണമെന്ന ഒരു നിബന്ധന ഒന്നുകിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കണം എന്ന് കൂടി ഞങ്ങളിവിടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് ഒക്കെ വരുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു സജഷൻ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇഷ്ടമില്ലാത്തൊരു സജഷൻ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി എടുത്തു നോക്കിയാൽ പുരുഷനാണ്, വിദ്യാഭ്യാസം 7ാം ക്ലാസ്സാണ്. നമ്മുടെ പഴയ മുഖ്യമന്ത്രി എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വിദ്യാഭ്യാസം 4ാം ക്ലാസ് വിദ്യാഭ്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത, ഞങ്ങൾ കിലയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ ഏത് ആണായാലും പെണ്ണായാലും ശരി മത്സരിക്കുന്ന വ്യക്തികൾക്ക് മിനിമം യോഗ്യത SSLC ആക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നോട് യോജിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവഗണിക്കപ്പെട്ട വിഭാഗം എന്ന നിലക്ക് മുസ്ലിം വിഭാഗം ഞങ്ങൾ പറയുന്നു മിനിമം യോഗ്യത SSLC എങ്കിലും വേണമെന്ന്. ഞങ്ങൾ വിദ്യാഭ്യാസപരമായി ഉയർന്നവരല്ല എങ്കിൽ പോലും സമൂഹത്തിൽ നന്മ നടപ്പിലാക്കാൻ, സമൂഹത്തിന്റെ പുരോഗതി നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ ഭൗതികമായും ധാർമ്മികമായും ഉയർന്നു ചിന്തിക്കാൻ ഭൗതിക വിദ്യാഭ്യാസവും അതോടൊപ്പം മതപരമായ അറിവും അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. കാരണം നമുക്കറിയാം, ഇവിടുത്തെ അരാജകത്വം സെക്ഷൻ 377 അമെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതിന്റെ വിധി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരു കോടതിയാണോ അത് പറഞ്ഞത്? അത്ഭുതം തോന്നുന്നു. എന്താണ് 377? അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വനിതകളോട് ചെയ്യുന്ന എത്ര വലിയ അനീതിയാണ്. ഇപ്പോൾ തന്നെ 1800 സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. 1000 പുരുഷനുണ്ടെങ്കിൽ 800 സ്ത്രീകൾ. ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ ദിവസം തോറും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ 1000 സ്ത്രീക്ക് 800, 1000 പുരുഷന് 800 സ്ത്രീയാണെങ്കിൽ
200 സ്ത്രീകൾ അവിവാഹിതരായി കഴിയേണ്ട ഘട്ടം. അതിലേക്കാണ് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയും വിവാഹം കഴിച്ചാൽ മതി എന്ന നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹോമോസെക്ഷാലിറ്റി 377 എന്ന വകുപ്പ് IPC-യിൽ നിന്ന്, ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ജന്മം തന്ന ഗർഭപാത്രത്തെ നിങ്ങൾ മറന്നുപോയോ? അതിനെ നിങ്ങൾ മറന്നുപോയോ? സ്ത്രീകളെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ പെങ്ങന്മാരെ നിങ്ങൾ മറന്നുപോയോ? ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇതിനോട് ജയ് വിളിക്കുന്ന, ഇതിനോട് സിന്ദാബാദ് പറയുന്ന, ഇതിനോട് അനുകൂലിക്കുന്ന വ്യക്തികളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും അധാർമികമായി നിങ്ങൾ ചിന്തിക്കുന്നുവോ? ഇത്രയും അധാർമികമായി ലൂത്ത് നബിയുടെ കാലത്ത് ഈ അധാർമികത വർദ്ധിച്ചപ്പോൾ, ഞങ്ങളുടെ ഒരു പ്രവാചകൻ ലൂത്ത് നബിയുടെ കാലത്ത് ഈ അധാർമികത വർദ്ധിച്ചപ്പോൾ പ്രളയം വന്നുകൊണ്ട്, ലൂത്ത് നബിയുടെ കാലത്ത് പ്രളയം വന്നുകൊണ്ട് കീഴ്മേൽ മറിക്കപ്പെട്ടു. ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടുകൊണ്ട് ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അങ്ങനെയുള്ള നശിപ്പിക്കൽ ഇന്ത്യ രാജ്യത്ത് എന്നല്ല ലോകമൊട്ടുക്ക് വരാൻ പോകുന്നു എന്ന സൂചനയാണോ നമ്മൾ ഈ നൽകുന്നത്? ദൈവം തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എയ്ഡ്സ് വന്നു. എയ്ഡ്സ് വന്നപ്പോൾ ഇസ്ലാമിലേക്ക് എല്ലാവരും തിരിച്ചു വന്നു. ഒരു പുരുഷന് ഒരു ഭാര്യയുമായി മാത്രം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടൂ എന്ന ശാസന വന്നു. എയ്ഡ്സിന് പ്രതിരോധമായി പറഞ്ഞത് ഇസ്ലാമിലേക്കാണ് കടന്നു വന്നത്. സ്ത്രീയെ എത്രത്തോളം ചൂഷണം ചെയ്യുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് എയ്ഡ്സ് വരുന്നു? വ്യഭിചരിക്കുന്നത് കൊണ്ട്. ഇസ്ലാം എന്നോ പറഞ്ഞു വ്യഭിചരിക്കല് തെറ്റാണ്, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ എല്ലാം ഇന്ന് ശാസ്ത്രവും ലോകവും എല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊന്ന് ലഹു ജിഹാദ്. എന്താണ് ഈ ലഹു ജിഹാദ്? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരോ ഇവിടെ മിശ്ര വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത്? മിശ്ര വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്റർകാസ്റ്റ് മാരേജ്. നിങ്ങൾ എടുത്തു നോക്കി, ഇന്ന് നമ്മുടെ മന്ത്രി AK ബാലന്റെ ഭാര്യ ജമീലയാണ്. ഇന്ന് നമ്മുടെ വിശ്വനാഥൻ, പഴയ മന്ത്രി വിശ്വനാഥന്റെ മകളെ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമാണ്. അഡ്വക്കേറ്റ് ശ്രീധരന്റെ മകളെ മഞ്ചേരി. ഓരോ വ്യക്തികളെ, നമ്മുടെ ബദറുന്നിസ പഴയ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ഭർത്താവ് ശശി MLA ആണ്. ഇതൊക്കെ ലവ് ജിഹാദിന്റെ ഭാഗമാണോ? ചോദിക്കൂ. ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താണ് ജിഹാദ്? ജിഹാദ് എന്ന ഒരു നല്ല വാക്കുണ്ട്, ധർമ്മസമരം. അതിനെയാണോ നിങ്ങൾ പ്രണയത്തോട് ബന്ധിക്കുന്നത്? ധർമ്മസമരത്തെയാണോ നിങ്ങൾ പ്രണയത്തോട്? പത്രക്കാരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താണ് നിങ്ങൾ ചായക്കോപ്പയിൽ ആളി കത്തിക്കുന്നത്? അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട്, മുസ്ലിം തീവ്രവാദികളെന്ന്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ തീവ്രവാദി, ഹിന്ദു തീവ്രവാദി എന്ന് പറയാത്തത്? ഞങ്ങൾ ന്യൂനപക്ഷമായി പോയോ? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ന്യൂനപക്ഷത്തിന് സംവരണം വേണം, പിന്നോക്ക വിഭാഗത്തിന് സംവരണം വേണം, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് തരണം. എങ്കിൽ മാത്രമേ ഈ ചായക്കോപ്പയിലുള്ള തീ ആളിക്കത്തുന്നത് തടയാൻ ഞങ്ങൾക്ക് സാധിക്കൂ. നിങ്ങൾ അങ്ങനെ നിഷേധിക്കാൻ പറ്റുന്ന സമൂഹമല്ല. ഞങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കും. ഇസ്ലാം തീവ്രവാദമല്ല. മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ള, ഈ തീവ്രവാദികളല്ല, മുസ്ലിം തീവ്രവാദികളല്ല. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം വളരെ 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 വലുതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്നവൻ എന്നാണ്. ഇതിവിടെ പറയേണ്ട വിഷയമല്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം എന്റെ അധ്യക്ഷതയിലുള്ളവർ. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പിക്കുന്നവൻ എന്നാണ്. മതം സമാധാനം എന്നാണ്. അതിനെയാണോ മുസ്ലിം തീവ്രവാദി എന്ന് മുദ്ര കുത്തുന്നത്? ഒരിക്കലും തീവ്രവാദമല്ല. സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം സമുദായം. ഏതെങ്കിലും ഒരു പേര് കൊണ്ട് മുസ്ലിമായ ഒരുത്തൻ എന്തെങ്കിലും ചെയ്താൽ അതൊരു സമൂഹത്തിന്റെ, ഒരു ജാതിയുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം പത്രങ്ങൾ നിർത്തിവെക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി, ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, ഞങ്ങളുടെ വ്യക്തിത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ആദർശത്തിന് വേണ്ടി എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംവരണത്തിൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളുടെ പിന്നോക്ക വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട്, പിന്നോക്കക്കാരന്റെ ശബ്ദം, ഗർജിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ഈ കൊല്ലങ്ങളായി 63 വർഷങ്ങളായി ഞങ്ങൾ നേടിയെടുത്തത് 1 or 2 പാർലമെന്റ് അംഗങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ ചിലപ്പോൾ കേരള സംസ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മുസ്ലിം സ്ത്രീയായാലും പുരുഷനായാലും നമുക്ക് സംവരണത്തിൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട്
ഇന്ന വിഭാഗത്തിന് ജനറൽ വനിത, SC വനിത എന്ന് പറയുന്ന പോലെ മുസ്ലിം വനിത, ദലിത് വനിത എന്ന് പറഞ്ഞുകൊണ്ട് സംവരണം ഏർപ്പെടുത്തണമെന്നും അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ അധ്യക്ഷനും ഉദ്ഘാടകയും പറഞ്ഞതോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതര മതസ്ഥന്റെ അഭിവാദ്യങ്ങൾ. സ്ത്രീകളുടെ സംവരണവും സംവരണത്തിൻ്റെ മേൽ സംവരണവും അതിൻ്റെ വെല്ലുവിളിയും അതിൻ്റെ വിഘാതങ്ങളും സംവരണത്തിൻ്റെ ഭാഷയിലൂടെ നാനാ തുറകളിലുണ്ടാവുന്ന പ്രശ്നങ്ങളെയും എങ്ങനെയാണ് നേരിടുക എന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിലും സാമൂഹ്യ വ്യവസ്ഥയിലും ഈ കാലഘട്ടത്തിൻ്റെയും അനിവാര്യതമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ചർച്ചാവേദി ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീകളുടെ സംവരണം വളരെ വിശാലമായ, വളരെ നല്ലതായ, ഒരുപാട് സ്വപ്നം കാണാൻ പറ്റുന്ന, നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വരുന്ന ആളുകളിലേക്ക് പ്രകൃതിയിലേക്ക് വികസിപ്പിക്കുന്ന ഒരു വാക്കാണ് ശരിക്കും സ്ത്രീകളുടെ സംവരണം. സ്ത്രീകളുടെ സംവരണങ്ങൾ വഴി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, മറ്റ് മേഖലയിൽ, തൊഴിൽ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇവിടുന്നൊക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സംവരണം കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഡെമോക്രസി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ യുഗങ്ങൾ, ഈ ആധുനിക കാലഘട്ടത്തിൽ സംവരണത്തിൻ്റെ മേൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് സ്ത്രീകൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ അർത്ഥവത്ത്, അതിൻ്റെ അകത്താളങ്ങളിലുള്ള ധ്വനികൾ എന്താണെന്ന് നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ് എന്ന് ഇത്തരമൊരു വാക്കുകൾ കൂടി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും സംവരണം കഴിഞ്ഞ കാലങ്ങളിൽ 30% സ്ത്രീകൾക്ക് സംവരണം, ഇപ്പോഴത് 20% കൂട്ടി 50% സ്ത്രീകൾക്ക് സംവരണം, 50%ആക്കി ഇപ്പോൾ സംവരണം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാർലമെന്റിലും നിയമസഭയിലും അതിൻ്റെ ചർച്ചകളും ബാക്കി സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, സ്ത്രീകൾ എവിടെ നിൽക്കുന്നു, സ്ത്രീകൾ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്, അവരെവിടെയൊക്കെയാണ് അവഹേളിക്കപ്പെടുന്നത്, എവിടെയാണ് അവരെ അംഗീകരിക്കപ്പെടുന്നത്, അത്തരമൊരു സംവിധാനങ്ങൾ എവിടെയാണുള്ളത്, അങ്ങനെ മനസ്സുകൊണ്ട് സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു ആശയത്തിൻ്റെ മുമ്പിലേക്ക് സ്ത്രീകൾ ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അവകാശങ്ങൾ അവർ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതിൻ്റെ തുടക്കമാണ് ഇത്തരം സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സ്ത്രീകളുടേതായിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകള് പ്രസിഡന്റുമാര്, വൈസ് പ്രസിഡന്റുമാര്, ഇത്തരം സംരംഭങ്ങളിൽ സ്ത്രീകൾ വരുന്നു. വളരെ നല്ല കാര്യമാണ്, അക്കാര്യത്തിന് എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇത്തരം സംരംഭം സ്ത്രീകൾക്ക് തരുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് സ്ത്രീകൾ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കപ്പെടേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുരയ്ക്കുന്ന പട്ടിക്കൊരു അപ്പക്കഷ്ണം എന്ന് പറയുന്ന പോലെ സ്ത്രീകൾ അവരുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാനും അതിനുവേണ്ടി അവർ സംഘടിക്കാനും അവർ തെരുവിലിറങ്ങാനും തയ്യാറാകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംവരണം എന്നുള്ള പേരിൽ സ്ത്രീകളെ ഒതുക്കിക്കൂടാ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവരണം നമ്മൾക്ക് വരുന്നതിലൂടെ നമ്മൾക്കെന്താണ് ഗുണമുണ്ടാവുന്നത്, നേട്ടമുണ്ടാവുന്നതെന്ന് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിശകലനം, രാഷ്ട്രീയപരമായിട്ടുള്ള വിശകലനം സ്ത്രീകളുടെ ഇടയിൽ വളരെ സജീവമായി നടക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സംരംഭം നടക്കുമ്പോൾ മാത്രമേ സംവരണം സ്ത്രീകൾക്ക് 50% എന്ന വാക്കിന്റെ അർത്ഥവത്തിലേക്ക്
സ്ത്രീകൾക്ക് വരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് സ്ത്രീകളുടെ സംവരണ സംവിധാനത്തെ വിലയിരുത്തുകയും അത് സ്ത്രീകളുടെ സംവരണമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പൂർണ്ണ ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, മറ്റു രീതിയിലുള്ള പ്രവർത്തന മേഖലയിലുള്ള സ്ത്രീകളാണ്. ഓരോ സ്ഥലത്തും സ്ത്രീകൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, അവരുടെ അകറ്റി നിർത്തൽ, ഇത്തരം സംരംഭങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോഴും പണ്ടുണ്ട് ആദ്യകാലങ്ങളിലുണ്ടായിരുന്നതിനെക്കാട്ടും ഒരു മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിലപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുതയെ നിലവിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ സംവരണത്തിന്റെ സംവിധാനത്തിലേക്കും കടക്കാൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള സ്ത്രീകൾ ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലേക്ക് മാത്രം സ്ത്രീകൾ വന്നാ പോരാ, നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും നിയമനിർമ്മാണ സമിതിയിലേക്കും സ്ത്രീകൾക്ക് 50% സംവരണമാണോ 100% സംവരണമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പുരുഷന്മാരല്ല, സ്ത്രീകൾ തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഇത് വരണം. ആ രീതിയിലേക്ക് സ്ത്രീകളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സംവരണം എന്ന വാക്കിലൂടെ ഇപ്പൊ എനിക്കൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിലുള്ള ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുള്ള ആളാണ്. ഈ പ്രസിഡന്റുമാരായിട്ടും മെമ്പർമാരായിട്ടും വൈസ് പ്രസിഡന്റുമാരൊക്കെ അവിടെയൊക്കെയുള്ള ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, പേരിന് പ്രസിഡന്റ് എന്ന് ഒരു സ്ത്രീയെ വെക്കുകയും അവിടെയുള്ള പുരുഷന്മാർ പറയുന്നതിലപ്പുറത്തേക്ക് ആ സ്ത്രീയെ ചലിക്കാൻ പോലും സമ്മതിപ്പിക്കാതെ അടക്കി നിർത്തുന്ന ഒരു തലത്തിലേക്ക് അത് ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതല്ല ശരിക്കും വേണ്ടത്. സ്ത്രീകളുടെ സംവരണവും എന്ന് പറയുന്നത് അവരുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. സമൂഹത്തിൽ അവർ ചെയ്യേണ്ട സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗത്തിന്റെ ഭാഗവാക്കൾ അവരാകേണ്ടതിന്റെ ഒക്കെ വിഹിതമാണ് സ്ത്രീകൾക്ക് സംവരണം എന്നുള്ള രീതിയിൽ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ആരുടെയും ഔദാര്യമല്ല. ആരെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് ചലിക്കുന്നതായിരിക്കരുത്. സ്ത്രീകളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന അവരുടെ അഭിപ്രായങ്ങൾ, അവർക്ക് തെറ്റോ ശരിയോ എന്ന് തോന്നുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റാവുന്ന പ്രാരംഭ സംവിധാനങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളാണ് ശരിക്കും വരേണ്ടത്. അതിനു പകരം സംവരണം 50% വരുന്ന ആളുകൾ സ്ത്രീകൾക്ക് 100% സംവരണം തന്നാലും നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥയിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാനൊക്കെ ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കുമ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ദൈനംദിനമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കറിയാം. അതുകൊണ്ട് ഈ സംവരണം 50% അർത്ഥവത്തിലേക്ക് കൊണ്ടുവരാൻ സ്ത്രീകൾ ഈ സംവരണമുണ്ടാക്കിയ നിയമവ്യവസ്ഥയെ അത് സംവരണ സ്ത്രീകളതാക്കി മാറ്റുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള നീണ്ട പ്രക്ഷോഭം വേണ്ടിവരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു പ്രക്ഷോഭ സംവിധാനം ചെയ്യുമ്പോൾ അവർ തീവ്രവാദിയെന്നോ മറ്റ് എന്തെങ്കിലും പ്രചരണ പേരുകളെന്നൊക്കെ ഇവരുടെ പേരിൽ വിളിച്ചേക്കാം. ഇതെല്ലാം അവരെന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവരെവിടത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അവരവിടെ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് മുൻകൂർ കാണുകയും അതിന് തടയിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റെപ്പിന് ഇത്തരം പ്രചരണങ്ങൾ വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടത്തേക്ക് എന്തു വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും അവിടെ എത്തുകയും അവിടെ നമ്മൾക്ക് സമൂഹത്തിനോട് ചെയ്യാനുള്ള നമ്മുടെ ബാധ്യത, നമ്മുടെ ഉത്തരവാദിത്വം അത് നമ്മൾ ഏറ്റെടുക്കുകയും അത് വളരെ ആത്മാർത്ഥയോടും ചങ്കൂറ്റത്തോടും കൂടി നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള സ്ത്രീകളായിട്ട് വരുന്ന ആളുകൾ കേരളത്തിലെ, ലോകത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളും അത്തരമൊരു സംരംഭത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംവരണം ഗുണപരമായിട്ട് നമ്മളൊക്കെ 50% സംവരണത്തിന് വളരെ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടി വരും. അത്തരം സംരംഭങ്ങൾ കൂടി നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നമുക്കറിയാം, തൊഴിൽ മേഖലയിൽ നമ്മൾ സ്ത്രീകൾ എടുത്തു നോക്കാം, അവിടെ സ്ത്രീകൾക്ക് അവഗണനകളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എടുത്തു നോക്കാം, അവിടെ സ്ത്രീകൾ അവഗണിക്കുകയാണ്. മറ്റ്
സാമൂഹിക മേഖലയിൽ നമ്മൾ എടുത്തു നോക്കാം, അവിടെ സ്ത്രീകൾ അപകടനാണ്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗം നമ്മൾക്ക് എടുത്തു നോക്കാം, അവിടെയും സ്ത്രീകൾ അവഗണിക്കപ്പെട്ടു. പക്ഷേ ഈ ലോകത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ശക്തമായിട്ടുള്ള കരങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളെന്താണ്, ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ശക്തമായിട്ടുള്ള കരങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനും അത്തരം സംരംഭങ്ങൾ നിലവിൽ വരുത്തുന്നതിന് വേണ്ടി കൃത്യയെടുക്കാനും അത് നടപ്പിലാക്കാനും നമ്മൾക്ക് സാധ്യമാവും. അത്തരമൊരു സംരംഭം വരുന്ന ആളുകളിലെങ്കിലും സംജാതമാക്കുന്നതിന് വേണ്ടി നമ്മളുടെയൊക്കെ കൂട്ടായ പ്രയത്നം വളരെ സജീവമായിട്ടുണ്ടാവണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, മുസ്ലിം പിന്നോക്കം, ദളിത് പിന്നോക്കം, ആദിവാസി പിന്നോക്കം, ഇങ്ങനെ ഒരുപാട് പിന്നോക്ക പ്രശ്നങ്ങൾ നിലവിലുണ്ട്. കേരളത്തിൽ അത്തരമൊരു സംരംഭങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ശരിക്കും നമ്മുടെ കേരളത്തിന് ഇപ്പോ ഓരോ പ്രദേശം പോയാൽ, നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റിന്റെ പുറത്തു പോയാൽ, ഇന്ത്യയുടെ പുറത്തു പോയാൽ ഓരോ സ്ഥലത്തും കേരളം എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന് കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ? ദിനംപ്രതി 10 സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ദിനംപ്രതി 5 സ്ത്രീയെങ്കിലും മരിക്കപ്പെടുന്നു. അവരുടെ പേരിലുള്ള ഒരു കേസ് പോലും പരിഗണിക്കില്ല. എന്തിനധികം പറയുന്നു, നേരത്തെ നമ്മുടെ ഇവിടെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വനിതാ കമ്മീഷൻ അടക്കം നോക്കുകുത്തിയായിട്ട് കുറച്ച് സ്ത്രീകൾക്ക് ശമ്പളം മേടിക്കുന്നതിൽ അപ്പുറത്തേക്ക് വനിതാ കമ്മീഷൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യാൻ പറ്റുന്ന അത്തരം ഒരു കമ്മീഷനും അങ്ങനെയുള്ള ഒരു സംഭരണമല്ല നമ്മൾക്ക് വേണ്ടത്. കേരളത്തിലെ സ്ത്രീകളുടെ യഥാർത്ഥ നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ പറ്റുന്ന പൊളിറ്റിക്കൽ പവറാണ് അവർക്ക് വേണ്ടത്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? വനിതാ കമ്മീഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ പുരുഷന്മാര് തീരുമാനിക്കുന്നവർക്ക് പവർ കൊടുക്കില്ല. ഇവരൊരു ബൊമ്മയായി ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ. അങ്ങനെ വനിതാ കമ്മീഷൻ കേരളത്തിന്റെ ഒരു ബൊമ്മയാണ്. ആ ബൊമ്മയായി കുറെ നമ്മുടെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ അതിന്റെ ഭാഗവാക്കുകളായിപ്പോയി എന്നുള്ളതിലപ്പുറത്തേക്ക് അതിന് വേറെ രീതിയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സംവരണം എന്ന കാര്യത്തിൽ വേണ്ട എന്നല്ല പറയുന്നത്, നല്ല രീതിയിൽ സംവരണം നടപ്പിലാക്കണം. ഏറ്റവും താഴെത്തട്ടിലിരിക്കുന്ന ആളുകളെ ഒരു സംസ്ഥാനത്തിന്, ഏത് സംസ്ഥാനത്തായാലും ഒരു താഴെത്തട്ടിലെ ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സംവരണം ഏർപ്പെടുത്തേണ്ടി വരും. ആ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ അതിലേക്ക് വരാനുള്ള പാതകൾ വെട്ടി തുറന്ന് അതിലേക്ക് അവർ വരാൻ വേണ്ടി അവർ വരുമ്പോൾ അവരുടെ ഇച്ഛക്കനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അവരുടെ അഭിപ്രായത്തിനനുസരിച്ച്, അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സാമൂഹ്യവും രാഷ്ട്രീയവും ഉള്ള വ്യവസ്ഥിതികൾ അവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയരംഗത്ത് വളരെ പുറകോട്ടാണ്. ആ ഒരു വ്യവസ്ഥ ഇതിലെങ്കിലും വരുത്തുവാൻ നമ്മൾക്ക് സാധിക്കണം. അത്തരമൊരു സംരംഭത്തിലൂടെ സ്ത്രീകളുടെ 50% സംവരണം സജീവമാക്കി വരികയും സ്ത്രീകൾ അതിന്റെ പങ്കാളികളാവുകയും ഈ ലോകത്തിന്റെ മുഴുവൻ വികസനത്തിന്റെയും മുഴുവൻ സംവിധാനത്തിന്റെയും സാമൂഹ്യ മാറ്റത്തിന്റെയും എല്ലാം വക്താക്കൾ ഇന്ന് 100% സ്ത്രീകളാണ് ശരിക്കും. പക്ഷേ ഒരു സ്ഥലത്തും സ്ത്രീകളാണിത് ചെയ്യുന്നെന്ന് അംഗീകരിക്കപ്പെടുന്നില്ല, അവരെ ആദരിക്കപ്പെടുന്നില്ല, അവരെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അത്തരം സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കാനും ആദരിക്കാനും പരിഗണിക്കാനും പറ്റാവുന്ന വിധത്തിലൊക്കെ ഈ 50% സംവരണത്തിനെ മാറ്റി തീർക്കാൻ സ്ത്രീകളുടെ ഇടയിൽ വളരെ സജീവമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും കൂട്ടായ്മകളും ഓരോ പ്രദേശങ്ങളിലും സജീവമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ സംവരണം സ്ത്രീകളുടെ 50% എന്ന അർത്ഥവത്തിലേക്ക് അതിനെ എത്തിക്കുവാൻ വേണ്ടി സ്ത്രീകളുടെ കൂട്ടായ്മയിലൂടെ അവരുടെ തീരുമാനത്തിലൂടെ സാധ്യമാവുന്ന ഒരു സാഹചര്യം വരുന്ന ആളുകൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവട്ടെ. അതിലൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് അത് സ്ത്രീകൾ കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറട്ടെ. അത്തരമൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ ഒരു വിശാലമായിട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയത്തെ, ഒരു വ്യവസ്ഥയെ, ഒരു സാമൂഹ്യ വ്യവസ്ഥയെ ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധ്യമാവുള്ളൂ. അതിനുവേണ്ടി സജീവമായി പ്രയത്നിക്കുന്ന ആളുകളായി നമ്മൾക്ക് എല്ലാവർക്കും മാറാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം. സ്ത്രീ സംവരണം സാധ്യതകളും വെല്ലുവിളികളും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സംവരണം എന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് നടിക്കുന്ന
ഒരു ദേശരാഷ്ട്രത്തിൽ ഏറ്റക്കുറച്ചിലുകളും വിവേചനങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഇടമാണ് സംവരണം. അപ്പോൾ സ്ത്രീ സംവരണം എന്ന് പറയുന്നത് സ്ത്രീകളോടും സ്ത്രീകളുടെ പങ്കാളിത്തത്തോടും കാണിക്കുന്ന വ്യത്യാസങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഇടമാണ് സ്ത്രീ സംവരണം. ഈ സ്ത്രീ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് അനുകൂലമായും പ്രതികൂലമായും അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചും ദോഷങ്ങളെ സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു സ്ത്രീകളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളർച്ചയാണ് സ്ത്രീ സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കതിനെ അനുകൂലിക്കാം. എന്നാൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് തൊഴിൽ വേതന രംഗത്തും രാഷ്ട്ര സാമൂഹ്യ നിർമ്മാണ രംഗത്തും മറ്റ് പഠന ഗവേഷണ രംഗത്തൊക്കെ തന്നെ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാതെ അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊടുക്കാതെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും ചൂഷണങ്ങൾക്കുനെതിരെ മൗനിയായി നിൽക്കുന്ന ഇത്തരത്തിലൊരു സംവരണത്തെ അനുകൂലിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കളിയാണെന്നാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അഥവാ 33% അല്ലെങ്കിൽ 50% സംവരണമൊക്കെ തന്നെ ഏർപ്പെടുത്തിയാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിൽ മാത്രമേ നമുക്ക് സീറ്റ് ലഭിക്കുകയുള്ളൂ. അതിന് പൊതുവായിട്ടുള്ള സീറ്റുകളിൽ നിന്ന് നമ്മളെ തള്ളിമാറ്റപ്പെടുകയും നമുക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതോടുകൂടി പൊതു സീറ്റുകളിലൊക്കെ തന്നെ പുരുഷന്മാർ മത്സരിക്കുകയും അതുകൊണ്ട് പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിലെല്ലാം തന്നെ സ്ത്രീക്ക് തുല്യ പങ്കാളിത്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു വസ്തുതയാണ്. അതുമാത്രമല്ല, ഭരണസമിതികളിലും അതുപോലെ നയരൂപീകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് വഹിക്കേണ്ട പങ്ക് വളരെ ചെറുതായി പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പോൾ വെച്ച പ്രപ്പോസൽ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെ ഏത് സ്ഥലത്ത് സ്ത്രീകൾ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംവരണം നടപ്പിലാക്കുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ സ്ത്രീകൾ പരസ്പരം മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കും. അതുകൊണ്ട് അത് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും കുടുംബാദികൾക്കും മറ്റുള്ളവർക്കും മത്സരിക്കാനുള്ളൊരു സീറ്റായിട്ട് ഈ സംവരണ സീറ്റ് മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് കാര്യമായിട്ടുള്ളൊരു വളർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതേസമയം അവിടെ ഒരു സ്ത്രീയും പുരുഷനുമാണ് മത്സരിക്കുന്നതെങ്കിൽ കഴിവിന്റെയും പ്രാപ്തിയുടെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെ നമ്മുടെ പ്രതിനിധികളായിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 പ്രാവശ്യം ഒരാൾക്ക് മത്സരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഒരു വനിതാ പ്രതിനിധിക്ക് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്ക് കൂടുമാറി പോകേണ്ട ഒരു അവസ്ഥ കൂടി വരും. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടു, കൊല്ലത്ത് നിന്ന് കാസർഗോഡ് കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേട് വന്നൊരു സംഭവം നമ്മൾ പത്രത്തിൽ വായിക്കപ്പെടുകയുണ്ടായി. ഇതുകൊണ്ട് സ്ത്രീക്ക് അതിൻ്റെതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ സത്യസന്ധതയും ധീരതയും കഴിവും പ്രാപ്തിയുമുള്ള ഒരുപാട് വനിതാരത്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വീഴ്ചകൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ട് ഇന്ദിരാഗാന്ധിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തെ ചൂഷണം ചെയ്തതുകൊണ്ടാണ് ജയലളിതയെ പോലെയുള്ള മായാദേവിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ വനിതാ പ്രതിനിധികളായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഈ നിയമത്തിലൊരു ഭേദഗതി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംവരണം കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരു 1/3% എല്ലാ ST ഉൾപ്പെടെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംവരണം ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഈ സംവരണത്തിൽ മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളൂ. കാരണം 1952 മുതൽ 2004 വരെയുള്ള പാർലമെന്റിലെ സ്ത്രീകളുടെ അനുപാതം എന്ന് പറയുന്നത് 8.6% മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിയമ ഭേദഗതി വരുത്തുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഉയർന്നു പോവാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് 50% സംവരണം നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ അവസ്ഥ എന്താണ്? നേരത്തെ നമുക്ക് 2 MP-മാരുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു MP പോലും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് വനിതാ പ്രതിനിധികൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന നഫീസത്ത് ബീവിയും ഗൗരിയമ്മയും ഒക്കെ തന്നെ വളരെ നമ്മളെ വനിതാ പ്രതിനിധികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളായിരുന്നുവെങ്കിലും വനിതകളുടെ മോചനത്തിന് വേണ്ടി, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ബഹുദൂരം സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കാലുമാറലും പരസ്പരമുള്ള പാരവെപ്പൊക്കെ ആയിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ബഹുദൂരം സഞ്ചരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു വസ്തുതയാണ്. ഇപ്പൊ ഞാന് സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിരോധാഭാസം, സംവരണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മഹിളാ സംഘടനകളാണ് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അവരുടെ മാതൃസംഘടനകളാകട്ടെ അതിനെ അനുകൂലിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 1974 CSWI കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം സംവരണം എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞതായിരുന്നു. എന്നാൽ അതേസമയം തന്നെ 1996 യുണൈറ്റഡ് ഫ്രണ്ട് ആദ്യമായിട്ട് സംവരണ ബില്ല് മേശപ്പുറത്ത് വെച്ചപ്പോൾ അതിനെ എതിർത്തിരുന്നൊരു കക്ഷി BJP-യിലെ ഉമാഭാരതി ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി മാറിക്കൊണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ബാങ്കുകളായിട്ട് മാറിക്കൊണ്ട് നമുക്കൊരു സംവരണത്തിൽ നിന്നുകൊണ്ട് നിൽക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കാപട്യങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാപട്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലൊരു വിപ്ലവമാവട്ടെ നമ്മളിൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചു ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷത്തോടെയാണ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ച സെമിനാറിന്റെ സമാപനത്തിലേക്ക് നാം എത്തിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഈ സന്ദർഭത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയാണ്, സ്ത്രീകൾ രാഷ്ട്രീയ അവബോധം നേടിയെടുക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്, ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ടി വന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ വിഷയാവതരണത്തിലൂടെയും കടന്നു പോകുന്ന പ്രഭാഷണങ്ങളിലൂടെ എല്ലാം നാം മനസ്സിലാക്കിയ വസ്തുതകൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1996 യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് മുമ്പിൽ വെച്ച സംവരണം തൊട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന 50% സംവരണം വരെ തുടർന്നു പോരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? നേരത്തെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സംഗതി എന്താണ് ഇങ്ങനെയുള്ള ഒരു സംവരണത്തിലേക്ക് നമ്മെ നയിച്ചത് എന്ന വസ്തുതയാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ലോകാടിസ്ഥാനത്തിൽ തന്നെ കുറവാണ് എന്നതുകൊണ്ടാണ് സംവരണം വേണ്ടി വന്നിട്ടുള്ളത്. രാഷ്ട്രത്തിന്റെ വിമോചനം എന്ന വിശാല താൽപര്യത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും അനുമതി ലഭിക്കുകയും അവർ സജീവമായി പങ്കെടുക്കുകയും ചെയ്തുവെങ്കിലും 1952 പൊതു തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികൾ നിസ്സാരമായിരുന്നു. 499 പാർലമെന്റ് അംഗങ്ങൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന സമയത്ത് വെറും 22 പേർ മാത്രം. ലോകത്തൊട്ടാകെയുള്ള പാർലമെന്റുകളിൽ തന്നെ സ്ത്രീ പ്രാതിനിധ്യം
11.7% മാത്രമായിരുന്നു 1977 എന്ന് നാം കാണുമ്പോൾ, ഇന്ന് രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, പൗരസമൂഹം, യൂണിവേഴ്സിറ്റികൾ എന്നീ മേഖലകളിലെല്ലാം വർദ്ധിച്ച സ്ത്രീ സാന്നിധ്യം നമുക്ക് പ്രകടമാണ്. 1985-90 കാലത്ത് 1985-90 കാലത്താണ് 33% സംവരണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ സഹോദരിമാരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വസ്തുത, ഈ 33% സംവരണം സാധിക്കപ്പെടാൻ വേണ്ടി, പാലിക്കപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടി, ആ ഒരു വസ്തുത കൊണ്ടുവരാൻ വേണ്ടി അന്ന് ചെയ്ത പണികൾ എന്താണ് എന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കേണ്ടതുണ്ട്. പരാജയപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളാണ് പലപ്പോഴും സ്ത്രീകൾക്ക് പാർട്ടികൾ മാറ്റിവെക്കുന്നത് എന്നതാണ്. പരാജയപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലേക്ക് സ്ത്രീകളെ തള്ളുന്ന ഒരവസ്ഥയല്ല വരാനിരിക്കുന്ന 50% സംവരണത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കടന്നുവരുന്ന നമുക്ക് രാഷ്ട്രീയമായ ബോധത്തോടു കൂടി തന്നെ കടന്നുവരണമെന്നാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കേരളത്തിലെ വനിതകളോട്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉണർത്താനുള്ളത്, അറിയിക്കാനുള്ളത്. പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ ഗൗരവപൂർവം സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്തണമെന്നാണ് രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ചാലക ശക്തികളായ രാഷ്ട്രീയ പാർട്ടികളോട് ഈ സ്ത്രീ സമൂഹത്തിന്, കേരള സ്ത്രീ സമൂഹത്തിന് പറയാനുള്ളത്. പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ ഗൗരവപൂർവം സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നു എന്ന് നാം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന 50% സംവരണ സീറ്റുകളിൽ പുരുഷന്മാരെക്കാൾ അപ്പുറം ചങ്കൂറ്റത്തോടുകൂടി എനിക്കും നിങ്ങൾക്കും ഉറപ്പിക്കാൻ സാധിക്കണം, നാം നേടിയെടുക്കുന്ന, നമുക്കായി നീക്കിവെക്കുന്ന സീറ്റുകളിൽ വളരെ കാര്യപ്രദമായ, വളരെ കാര്യക്ഷമമായ രൂപത്തിൽ ഭരണം കാണിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം നാടിനു വേണ്ടി ഭരിക്കേണ്ടത്, നീതിപൂർവം, ജാതി മത വിഭജനമില്ലാതെ, ഒരു തരത്തിലുമുള്ള വിവേചനം കാണിക്കാതെ നീതി പുലർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ നികുതിപ്പണം പിരിച്ചെടുക്കുന്ന ഈ നികുതിപ്പണം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പുരുഷ വിഭാഗത്തിനടക്കം കാണിച്ചു കൊടുക്കാൻ, ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരാൻ ഈ സംവരണത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ എളിയവർക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുമ്പിൽ ഉണർത്താനുള്ളത്. അതിന് നാം എന്ത് ചെയ്യണം? രാഷ്ട്രീയമായി നാം ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒട്ടേറെ മാതൃകകൾ നമുക്കിതിന്റെ പിന്നിലുണ്ട്. ഏത് രാഷ്ട്രീയ രംഗത്തും കാര്യക്ഷമമായ രൂപത്തിൽ, വളരെ കാര്യപ്രധാനമായ രൂപത്തിൽ നിർദ്ദേശങ്ങൾ നൽകാൻ ശ്രമിച്ച ഒട്ടേറെ മാതൃകകളെ നമുക്കെടുത്തു പറയാൻ സാധിക്കും. നമുക്കറിയാം, പ്രവാചക തിരുമേനി, മുഹമ്മദ് നബി തിരുമേനിയുടെ പ്രിയപത്നി സൗദാ ബീവി വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഒരൊറ്റ അനുയായികളും ആ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ അനുസരിച്ചുകൊണ്ട് ഇഹ്റാം കെട്ടിക്കൊണ്ട് ഉംറയ്ക്ക് വന്ന സമയത്ത് അത് അഴിക്കണം, തിരിച്ചു പോവണം എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ വന്നപ്പോൾ വിഷമത്തോടു കൂടി വന്നു പറഞ്ഞു, എന്ത് ചെയ്യണം എന്ന് സ്വന്തം പ്രിയതമയോട് വന്ന് പറയുകയാണ്. ചങ്കൂറ്റത്തോടെ ആത്മധൈര്യം നൽകിക്കൊണ്ട് ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗദാ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, പോയി നിങ്ങൾ ചെയ്യേണ്ട പണി, നിങ്ങൾ ബലിയറുത്തുകൊണ്ട്, മുടി കളഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് മാതൃക കാണിക്കുക. എങ്കിൽ താങ്കളുടെ അനുയായികൾ, നമ്മുടെ അനുയായികൾ താങ്കളോടൊപ്പം കടന്നു വരുമെന്ന്. എത്ര യുക്തമായ മറുപടിയായിരുന്നു! ഒരൊറ്റ പ്രാവശ്യം പോലും, ഒരു സംശയത്തിന് പോലും നിൽക്കാതെ പ്രവാചക തിരുമേനി, ലോകത്തിന്റെ നേതാവ്, ആ പ്രിയപത്നിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ ബലികർമ്മം നിർവഹിക്കുകയും മുടി കളയുകയും ചെയ്തപ്പോൾ ഒരിക്കൽ പോലും സംശയിച്ചു നിൽക്കാതെ തന്റെ പത്നി പറഞ്ഞതുപോലെ ഓരോരുത്തരും അദ്ദേഹത്തെ അനുകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു രാഷ്ട്രത്തെ മുഴുവനും, ഒരു വലിയ വിശാലമായ ഒരു രാഷ്ട്രത്തെ ഭരണം നടത്തിക്കൊണ്ട്, ഒരു സമൂഹത്തെ സമുദ്ധരിച്ചുകൊണ്ട്, അവർക്ക് രാഷ്ട്രീയ അവബോധം നൽകിക്കൊണ്ട് വളരെ സുന്ദരമായ
ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരായിരുന്നു പിന്തുണ എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഖദീജ ബീവി വളരെ ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ സ്വന്തം ഭർത്താവിന് തന്റെ ഭരണത്തിൽ തന്റെ സാമൂഹ്യ പരിവർത്തന രംഗത്ത് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോയ ഖദീജ ബീവിയുടെ മാതൃക എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ സഹോദരിമാരെ? നാം ഓർത്തു നോക്കൂ, അധികാരം സാമൂഹിക പരിവർത്തനത്തിന്റെ അനിവാര്യ ഉപാധിയാണെങ്കിൽ, അധികാരം സാമൂഹിക പരിവർത്തനത്തിന്റെ അനിവാര്യ ഉപാധിയാണെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നാം ഈ കാലഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടതിന്റെ ആവശ്യകത ഊന്നുകയാണ് ഈ സാഹചര്യം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നാം ചിന്തിക്കേണ്ട വസ്തുതയാണ് സഹോദരിമാരെ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും നൽകുന്ന നികുതി പണത്തിൽ നിന്നും ശമ്പളം പറ്റി, നാം ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി പണത്തിൽ നിന്നും ശമ്പളം പറ്റി നമ്മുടെ വോട്ട് നേടി ഭരണത്തിലേറുന്ന ഭരണനായകന്മാർ പൊതുഖജനാവ് കട്ടുമുടിക്കുമ്പോഴും സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറവ് പറയുമ്പോഴും നമ്മുടെ ഭാരതീയ മഹാത്മ്യം തൂത്തെറിയുമ്പോഴും ഞാനും നിങ്ങളും തൊണ്ടയനക്കേണ്ടതില്ലേ? ഓർത്തു നോക്കൂ, രാഷ്ട്രീയ അവബോധം സ്ത്രീ സമൂഹത്തിന് ഉണ്ടാവേണ്ടതിന്റെ അനിവാര്യതയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്ന വസ്തുത. ഒട്ടേറെ മോഹങ്ങളും പ്രതീക്ഷകളും നൽകി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ ഒട്ടേറെ മോഹങ്ങളും പ്രതീക്ഷകളും നമ്മുടെ മുമ്പിൽ വെച്ചു തന്നുകൊണ്ട് ദളിത് ആദിവാസി വൃതിയെയും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത പച്ചപ്പാവങ്ങളുടെയും വോട്ട് തട്ടി വിജയിച്ച് പിന്നീട് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഭരണകൂടത്തിന് മുമ്പിൽ നോക്കുകുത്തികളായി നിൽക്കേണ്ടവരാണോ പൗരബോധമുള്ള ഈ മനുഷ്യ സമൂഹത്തിന്റെ പാതിപത്രമായ ഞാനും നിങ്ങളും എന്ന വസ്തുതയാണ് ഇത്തരത്തിൽ സ്ത്രീ സംവരണം കടന്നു വരുന്ന സമയത്ത് ഈ അവബോധത്തോടെ ആർജവത്തോടെ സ്വന്തം നാടിനു വേണ്ടി, സ്വന്തം രാജ്യത്തിനു വേണ്ടി, സ്വന്തം പൗരന്മാർക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഈ വിഷയം വെച്ചുകൊണ്ട് സംസാരിക്കാൻ ഈ കേരളീയ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണത്തെക്കുറിച്ചറിയാൻ, നാടിന്റെ പോക്ക് എങ്ങോട്ട് എന്ന് ചിന്തിക്കാൻ, നമ്മുടെ ഭരണത്തെക്കുറിച്ചറിയാൻ, നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കാൻ, സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച ഭാരതത്തെ വീണ്ടും സാമ്രാജ്യത്വ ശക്തികൾക്ക് വലിച്ചു കീറാൻ വിട്ടുകൊടുത്തുകൂടാ എന്ന മനസ്സ് മാതൃഹൃദയമുള്ള രാജ്യസ്നേഹികളായ ഇന്ത്യൻ പൗരകളായ എനിക്കും നിങ്ങൾക്കുമില്ലേ സഹോദരിമാരെ? രാഷ്ട്രീയ പകപോക്കലുകളും വർഗീയ കലാപങ്ങളും പ്രത്യക്ഷത്തിൽ പുരുഷ വിഭാഗത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാരാണ്? പൗരബോധത്തോടെ പ്രതിപക്ഷത്താണെങ്കിലും മന്ത്രിപക്ഷത്താണെങ്കിലും സ്വന്തം രാജ്യത്തിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ പകപോക്കലുകളിലൂടെ ഒട്ടേറെ ജീവനുകൾ അപഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് ദാമ്പത്യം അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ സ്വന്തം പ്രിയതമനെ കുത്തിക്കീറി ആ ചോരക്കളം കാണേണ്ടി വന്ന എത്ര സങ്കടത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട് സഹോദരിമാരെ. പിതാവിന്റെ സ്നേഹവും കാരുണ്യവും ഏറ്റുവാങ്ങിക്കൊണ്ട് ദീർഘനാൾ ജീവിക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്ന എത്ര കുഞ്ഞു കുഞ്ഞു പൈതങ്ങൾ രാഷ്ട്രീയ പകപോക്കലുകളുടെ പേരിലും വർഗീയതയുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടും നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിരിക്കുന്ന സഹോദരിമാരെ, പൊന്നുമോൻ ഏകാശ്രയമായ പൊന്നുമകനെ കൊന്നൊടുക്കിക്കൊണ്ട് രാഷ്ട്രീയക്കാരും വർഗീയ പാലികരും ഇവിടെ ഞെളിഞ്ഞു നടക്കുമ്പോൾ മാതൃഹൃദയമുള്ള മനുഷ്യരോട് സ്നേഹമുള്ള എനിക്കും നിങ്ങൾക്കും ഇനി ശബ്ദിക്കാതിരിക്കാൻ സാധിക്കുമോ? രാഷ്ട്രീയ രംഗത്ത് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളികൾക്കെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഒരു സംവരണം കൊണ്ട് ഒതുക്കാനല്ല, നമുക്ക് നേരത്തെ സഹോദരിമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തേക്കും കടന്നു വന്നുകൊണ്ട് പ്രത്യേകിച്ചും പുരുഷ വിഭാഗം മുഴുവനും ഇന്ന് മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനും നിങ്ങളും സംശയിച്ചു പോവുകയാണ്. അടുത്ത ഭാവിയിൽ ആർജവത്തോടെ തീരുമാനം പറയാൻ രാത്രികാലങ്ങളിൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും പുതിയത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സ്ത്രീ സമൂഹം മാത്രമാവുമോ ഉണ്ടാവുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ ആർജവത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വനിതാ സംവരണം അതിന്റെ ഏത് രൂപത്തിലാവും എന്നുള്ളത് ചർച്ചകളിലൂടെ ഒട്ടേറെ
നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ രംഗത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്റെ സഹോദരിമാരോട് ആത്മാർത്ഥമായി ഉണർത്താനുള്ള സംഗതി, ഒരിക്കലും തന്നെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട്, കുടുംബം വലിച്ചെറിഞ്ഞുകൊണ്ട്, ധാർമ്മിക മൂല്യങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് പുറത്തിറങ്ങാനല്ല ഈ മഹത്തായ പ്രസ്ഥാനം സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത്. ഗാന്ധിജി നമ്മോട് ആഹ്വാനം ചെയ്തെന്ന് ഓർത്തു നോക്കൂ. സ്ത്രീകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രംഗത്തിറങ്ങിയപ്പോഴും ഗാന്ധിജി സ്ത്രീകളോട് പറഞ്ഞത് എന്താണെന്ന് ഓർത്തു നോക്കൂ. ഗാർഹിക ചിന്തയോ അന്തരീക്ഷമോ വിടാൻ ഗാന്ധിജി അനുവദിച്ചിരുന്നില്ല എന്ന സംഗതി നാം ഓർക്കേണ്ടതുണ്ട് സഹോദരിമാരെ. അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ കൂടെ സ്ത്രീകളെ രംഗത്തിറക്കാൻ കുടുംബം തയ്യാറായത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. രാഷ്ട്രബോധത്തെക്കാളേറെ വിശ്വാസമായിരുന്നു അവരെ നയിച്ചിരുന്നത്. നമുക്കും ഉള്ളത് വിശ്വാസമാണ്. രാഷ്ട്രീയ ബോധത്തോടെ സംവരണത്തിലൂടെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് ഖജനാവുകൾ മുഴുവനും കൊള്ളയടിച്ചുകൊണ്ട് വലിയ വീടുകളും കൊട്ടാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ നമുക്കും അതുപോലെ ഒരു പഞ്ചായത്തിന്റെ കാറിൽ പോവണം. അതല്ല നമ്മുടെ ആഗ്രഹം. നമുക്കും അവരെ പോലെ ഒരു വലിയ വീടുണ്ടാക്കണം. ഇതല്ല നമ്മുടെ ആഗ്രഹം. നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ, രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ ഈ സംവരണത്തിന്റെ സാധ്യതകൾ നമുക്ക് സാധ്യമായെങ്കിലോ, ഇതാണ് നമ്മുടെ പ്രതീക്ഷ. നാം ഓർക്കേണ്ടതുണ്ട്, ഏത് തരം പ്രവർത്തനത്തിലും സദാചാര കുടുംബ മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, കേരളീയ വനിതകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മിൽ നിന്നും വന്നു പോവരുത്. ഒരു ലിബറലിസവും സ്ത്രീ പുരുഷ ഇടപെടലുകളിൽ നമുക്കുണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മെ ചൂഷണം ചെയ്യാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നു. ഒരിക്കലും ചൂഷണത്തിന് വിധേയരാവാതെ ആർജവത്തോടെ, തന്റേടത്തോടെ ഞങ്ങളെ ഇതിന് കിട്ടുന്നവരല്ല, ഞങ്ങളെ കൊണ്ട് പലതും സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഈ സംവരണത്തിന്റെ സാധ്യതകളും ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത്. ദൈവം തമ്പുരാൻ അന്ത്യനാളിൽ പ്രത്യേകം അനുഗ്രഹം ചൊരിയുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഈ 7 വിഭാഗം ആളുകളിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ഭരണാധികാരി എന്നാണ്. ഈ ദൈവത്തിന്റെ തണൽ ലഭിച്ചുകൊണ്ട് പരലോകത്ത് നിൽക്കുന്ന ആദ്യത്തെ മനുഷ്യനെ ദൈവം തമ്പുരാൻ എണ്ണിപ്പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ഭരണാധികാരി എന്നാണ്. ഇത്തരത്തിലുള്ളൊരു നീതിമാനായ ഭരണാധികാരിയെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ശബ്ദിക്കണം നമുക്ക്. നീതിമാനായ ഭരണാധികാരി അല്ലെങ്കിൽ താഴെയിറ ാനുള്ള ശബ്ദം പൗരബോധത്തോടെ ഭരണഘടനാനുസൃതമായി സാധിച്ചെടുക്കാൻ നമ്മൾ ശബ്ദമുയർത്തേണ്ടതുണ്ട്. നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും നേതൃത്വം എല്ലാവർക്കും അവരുടെ പ്രജകളെ കുറിച്ച് എല്ലാവരോടും ചോദിക്കുമെന്ന പ്രവാചക വചനം നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കേണ്ടതുണ്ട്. ഞാൻ ഏത് ഉത്തരവാദിത്തം ഏറ്റെടുത്താലും, ഞാൻ പഞ്ചായത്ത് മെമ്പറായാലും, പഞ്ചായത്ത് പ്രസിഡന്റായാലും, വാർഡ് മെമ്പറായാലും, എനിക്ക് അവിടുന്ന് കടന്ന് ഞാൻ മന്ത്രിയായാലും, എന്നോട് എല്ലാം കാണുന്നവനായ ഞാൻ, എനിക്ക് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ 5 പൈസ ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരുത്തൻ മുകളിലുണ്ട് എന്ന ബോധം മനുഷ്യർക്കുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നീതിപൂർവം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ അവർ മുന്നോട്ട് വരികയുള്ളൂ എന്ന വസ്തുതയാണ് ഇന്നത്തെ സാഹചര്യം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവിക ബോധം, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ അനശ്വരനായ ഈ ശക്തി എന്നെ പിടികൂടും എന്ന മനസ്സ് അതൊരു ഭരണാധികാരിക്കുണ്ടെങ്കിൽ, അത് എത്ര താഴെത്തട്ടിലുള്ളവരാണെങ്കിലും ഈ മാറ്റം ഭൂലോകത്ത് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ഖുലഫാഉർ റാഷിദീങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. ഒട്ടേറെ ഭരണാധികാരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നീതിബോധം. ഉമർ ബിൻ അബ്ദുൽ അസീസ് എല്ലാവിധ ആർഭാടങ്ങളും ആഡംബരത്തോടും കൂടി ജീവിച്ചിരുന്ന വ്യക്തി, ശരിയായ ദിശാബോധം ലഭിച്ചതോടെ അദ്ദേഹത്തിൽ വന്ന മാറ്റം ലോകത്തിനാകമാനം മാതൃകയാവേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഭരണരംഗത്ത് വന്നിരിക്കുന്ന ഇത്തരം ഒട്ടേറെ പാളിച്ചകൾ തിരുത്തി കുറിക്കാൻ, ശബ്ദമുയർത്താൻ നാം രാഷ്ട്രീയ ബോധമുള്ള, ആർജവമുള്ള സ്ത്രീകളായി വളരുക. ഇതാണ് ഈ സെമിനാറിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നിങ്ങളോട് പറയാനുള്ളത്. നാം കേൾപ്പിച്ചവരാവുക, കാര്യങ്ങൾ അറിയുക, നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുക. ഈ സംവരണം നടപ്പിലാവുന്ന സന്ദർഭത്തിലും ഈ രംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നുവെങ്കിൽ അവിടെ ആർജവത്തോടെ നമ്മുടെ ചുമതല നിർവഹിക്കുവാൻ, നീതിപൂർവമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ
ലോകത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ഈ മാതൃഹൃദയത്തിന് സാധിക്കും എന്ന ചങ്കൂറ്റമാണ് ഈ അവസരത്തിൽ നമുക്ക് വേണ്ടത്. ഈ രൂപത്തിൽ സംവരണത്തെക്കുറിച്ച് പൂർണ്ണമായും കേട്ടുകഴിഞ്ഞ നമുക്ക് സംവരണത്തിന്റെ സമാപനം കുറിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പിരിയുകയാണ്. ഈ സംവരണം വളരെ ആനുകാലികമായ ഈ വിഷയം എത്ര ചങ്കൂറ്റത്തോടെ, എത്ര നല്ല രൂപത്തിലാണ് നമ്മുടെ എല്ലാ സഹോദരിമാരും അവതരിപ്പിച്ചത് എന്നോർക്കുമ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നുന്നില്ലേ? വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം എന്ന് വിചാരിച്ചുകൊണ്ട്, നമ്മൾക്കൊന്നും തലയിൽ കയറുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഹാളിലേക്ക് കടന്നു വന്ന പല സഹോദരിമാരും ഉണ്ടാവാം. നമുക്കൊക്കെ നമുക്കൊക്കെ തലയിൽ കയറുന്ന വിഷയം തന്നെയാണ് ഇത് എന്ന് തെളിയിച്ചു തരാൻ എന്റെ പ്രിയപ്പെട്ട അതിഥികളുടെ പ്രഭാഷണത്തിലൂടെ, സംസാരങ്ങളിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഈ ചങ്കൂറ്റം, ഈ പാട്ടുപാടാനും ഈ പ്രസംഗിക്കാനുമുള്ള ചങ്കൂറ്റം ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, മൂല്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മിൽ ഉണർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഈ സമ്മേളനത്തിന്റെ, ഈ വനിതാ സമ്മേളനത്തിന്റെ അന്തസത്തയായ, അതിന്റെ പ്രമേയമായ സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന തീം ഉൾക്കൊണ്ടുകൊണ്ട് ആ രംഗത്ത് വിദ്യാഭ്യാസം നേടി, ആർജവം നേടി, കരുത്ത് നേടി, സന്മനസ്സോടെ രംഗത്തിറങ്ങാൻ, പ്രവർത്തിക്കാൻ ഓരോരുത്തരും രംഗത്ത് വരണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സെമിനാറിൽ പങ്കെടുത്ത ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുവാൻ ഇനിയും നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.